അങ്ങനെ ഡിമീനെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇന്നലെ തൊട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫേസ്ബുക്ക് അഡ്മിന് നല്ല പണിയാണ്. ഓരോരുത്തരായിട്ട് താങ്ക് യു പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. ആദ്യം നമ്മുടെ അസിസ്റ്റൻറ്റ് കോച്ച് ഫ്രാങ്കിനെ താങ്ക് യു പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഡിമീനെ പറഞ്ഞു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കരൺജിത്തിനെയും പറഞ്ഞു വിട്ടു. അതും കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോഴേക്കും എന്താണ്ട് ലാറ ശർമ്മേനെയും പറഞ്ഞു വിട്ടു. അപ്പോൾ ഇന്നത്തെ കോട്ട കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ ആകുമ്പോഴേക്കും ഇനി ആരെയൊക്കെയാണ് പറഞ്ഞു വിടുക എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ടീം മൊത്തത്തിലൊന്ന് ഉടച്ച് വാർക്കാനുള്ളൊരു പരിശ്രമത്തിലാണ് മാനേജ്മെൻ്റ് എന്നാണ് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. പക്ഷേ എന്തോരം സക്സസ്ഫുൾ ആകും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാ കൊല്ലവും ഇതുപോലൊരു ഉടച്ച് വാർക്കലുകൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട് അത്രയ്ക്ക് വലിയ രീതിയിലൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മൊത്തത്തിലൊരു അഴിച്ചുപണി നല്ല രീതിക്ക് പണിയാകുമോ ഇല്ലയോ എന്നൊക്കെ അടുത്ത സീസൺ വരുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത നീക്കങ്ങളെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കാം. എന്തായാലും നല്ലൊരു സീസണാകട്ടെ 2024-25 കൂടി ആശംസിച്ചു കൊള്ളുന്നു. പുതിയ സൈനിങ്ങളൊക്കെ ഇനി വരാനുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പുതിയ സൈനിങ്ങളൊക്കെ പുറത്തു വിടും എന്ന് തന്നെയാണ് മനസ്സ് പറയുന്നത്. അപ്പോൾ ശരി, ഇനിയിപ്പോൾ അടുത്ത ന്യൂസ് കിട്ടുമ്പോഴേക്കും കാണാം.